Okay. In the last class, we are discussing about a number related to the Fourier series representation of signal. Okay, and this is the question. Okay, this is a continuous periodic signal x of t, and we are taking the time period t between -1 to 1. Okay, and this signal is repeating in this manner. Okay, and this obeys the symmetry of odd symmetry. So we have to find out only value for b1, because for an odd symmetry, value for a0 and an equal to 0. Okay, so നമ്മൾ bn ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അത്ര വരെയുള്ള സ്റ്റെപ്പ് ഇന്നലെ ക്ലിയർ ആയിട്ടില്ലേ? ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്തത്? ഫസ്റ്റ് തന്നിരിക്കുന്ന എക്സ് ഓഫ് ടി അത് പീരിയോഡിക് സിഗ്നൽ ആണോ എന്ന് ചെക്ക് ചെയ്തു. ദെൻ അതിന്റെ ടൈം പീരീഡ്, ഫണ്ടമെന്റൽ ടൈം പീരീഡ് ടി കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ -1 to 1 ആണെങ്കിൽ അതിന്റെ ടൈം പീരീഡ് -0 1 വരും, 0 to 1 again 1 വരും. ഓക്കെ, ദെൻ 1 + 1 2 വരും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? അതിന്റെ ടൈം പീരീഡ്, ഫണ്ടമെന്റൽ പീരീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യും. Then we have to find out the fundamental frequency, that is omega 0. Okay, omega 0 is equal to what? Omega 0 is equal to 2 pi by capital T. Okay, so that is equal to 2 pi by 2, and finally we got pi radian per second. Okay, and while observing the signal, it is clear that it obeys odd symmetry. Okay, odd symmetry, then a0 equal to 0 and an equal to 0. So here we need to find calculate only value for bn. Okay, and what is the equation for trigonometric Fourier series expansion? That is x of t is equal to a0 plus summation of n is equal to 1 to infinity an cos n omega 0 t plus bn sin n omega 0 t. Okay, അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ a0 and a-ന്റെ വാല്യൂസ് 0 ആണ്. ഓക്കെ, ബിക്കോസ് എന്താണ്? ഇത് ഓഡ് സിമെട്രി ആണ്. ഓഡ് സിമെട്രി എങ്ങനെയാണ് വന്നത്? ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ദ സിഗ്നൽ ഈസ് ആന്റി പാരലൽ ടു ദി വെർട്ടിക്കൽ ആക്സിസ്, അല്ലെ ആന്റി സിമെട്രിക്കൽ ടു ദി വെർട്ടിക്കൽ ആക്സിസ്. ഓക്കെ, ഇവിടെ ആന്റി സിമെട്രിക്കൽ ആണ്. നമ്മൾ ഈ വെർട്ടിക്കൽ ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സിഗ്നൽ എന്താണ്? ആന്റി സിമെട്രിക്കൽ ആണ്. ഓക്കെ, ഇത് വെർട്ടിക്കൽ ആക്സിസിന് സിമെട്രിക്കൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ എന്തായിരുന്നു? അത് ഈവൻ സിഗ്നൽ ആണ്. ഇത് ആന്റി സിമെട്രിക്കൽ ആയതുകൊണ്ട് ഇത് ഓഡ് സിഗ്നൽ ആണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്ക് ബി എൻ മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യണ്ടൂ. ബി എൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഈ എക്സ്പാൻഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ബി എൻ ആണ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ബി എന്നിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ബി എൻ ഈസ് ഈക്വൽ ടു 2 by t integral t0 to t0 plus t x of t sin n omega 0 t dt. Okay, this is the equation, and here we have to find the time limit. Okay, what is t0 and what is t0 plus t? Okay, while observing the signal, it is clear that what t0 is equal to -1 and t0 plus t is equal to 1. Okay, ഇതൊക്കെ നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. So t0 is equal to -1 and t0 plus t is equal to 1, and time period capital T is equal to 2 seconds and omega 0 is equal to pi radian per second. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു വാല്യൂ ഉള്ളത് എക്സ് ഓഫ് ടി ആണ്. ഓക്കെ, അപ്പൊ എക്സ് ഓഫ് ടി നമുക്ക് ഈ ഒരു സിഗ്നൽ ആയതുകൊണ്ട് ഇതിൽ നമുക്ക് ഡയറക്ട്ലി നോക്കിയാൽ മനസ്സിലാവും. -1 to 1 അവിടെ എക്സ് ഓഫ് ടി സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എന്താണ്? y is equal to mx plus c. അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ നമ്മള്? ഓക്കെ, ഇവിടെ നമുക്ക് y ക്ക് പകരം എക്സ് ഓഫ് ടി എടുക്കാം. എക്സ് ഓഫ് ടി is equal to mx plus c. ഓക്കെ, where m is the slope and c is the y intercept. ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പം ഇവിടെയാണെങ്കിൽ നോക്കൂ, എക്സ് ഓഫ് ടി is equal to mx plus c ആണ്. ഓക്കെ, m എന്താണ്? m സ്ലോപ്പ് ആണ്. ഓക്കെ, സ്ലോപ്പ് എങ്ങനെയാ? നമ്മുടെ സ്ലോപ്പിന്റെ ഇക്വേഷൻ എങ്ങനെയാ? സ്ലോപ്പിന്റെ ഇക്വേഷൻ slope m is equal to y2 minus y1 by x2 minus x1. നമ്മൾ മുന്നേ മാത്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഈ ഒരു ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ ഇതിലെന്താ? നമുക്ക് ആ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ സിഗ്നൽ ഏതാ? ഇവിടെ ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെയാണ് സിഗ്നൽ, അല്ലെ? ഇവിടെ ഇപ്പൊ എന്താ വരിക നോക്കിയേ? -1, -1 അല്ലെ? എക്സ് ആക്സിസും y ആക്സിസും -1 ആണ്. ഇവിടെയാണെങ്കിൽ 1, 1 വരും.
ഓക്കെ, ഇതെന്തെടുക്കാം, x1 y1 എടുക്കാം, ഇത് x2 y2 എടുക്കാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് വരും, y2 ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന സിഗ്നൽ ഇതിന് x1, ഇതിന് y1 എടുക്കുക, ഇതിന് x2, ഇതിന് y2 എടുക്കുക. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വരും, y2 മൈനസ് y1 ആണെങ്കിൽ 1 മൈനസ് മൈനസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് മൈനസ് 1 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2, കാരണം മൈനസ് മൈനസ് ലെസ് ആവും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ സ്ലോപ്പ് കിട്ടി, നമുക്ക് ഇവിടുന്ന് സ്ലോപ്പ് 1 കിട്ടി. ഓക്കെ, ഇനി ഈ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ x of t is equal to x plus p എന്നാവും അല്ലെ. എമ്മിന്റെ വാല്യൂ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 1 നമുക്ക് കിട്ടി. ഇനി y ഇന്റർസെപ്റ്റ് നോക്കുക, അതെങ്ങനെ നോക്കുക, ഇഫ് t ഈക്വൽ ടു 0 ആണെങ്കിൽ x of 0 is equal to എന്തായിരിക്കും, m into 0 plus c. x of 0 എന്തായിരിക്കും, t 0 ആണെങ്കിൽ y ഇന്റർസെപ്റ്റ് എങ്ങനെ നോക്കുക എന്ന് വെച്ചാൽ നമ്മൾ ടിയുടെ വാല്യൂ 0 കൺസിഡർ ചെയ്യുക. അപ്പൊ t 0 ആണെങ്കിൽ ഫംഗ്ഷൻ x of t അല്ലെങ്കിൽ സിറ്റിൽ x of t എന്താണ്, 0 ആണ്. x of 0 0 ആണ് അല്ലെ. നോക്കിയാൽ t 0 ആണെങ്കിൽ ഇവിടെ x of 0 0 ആണ്. സെറ്റിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ x of 0 ഈക്വൽ ടു 0. x of 0 is equal to 0. So ഇത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 0 is equal to m1 ആണ്. അവിടെ x again 0 ആണ് അല്ലെ. ആ 0 കോർഡിനേറ്റിൽ എക്സും വൈയും ഒക്കെ 0 ആണ്. സോ again x 0 plus c. സോ ഇത് നോക്കിയേ, c is equal to what, y intercept c 0 കിട്ടി. ഓക്കെ, നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ x of t is equal to എന്ത് കിട്ടും, സ്ലോപ്പ് 1. നമ്മൾ ആ x എന്ന് പറയുന്ന ടേമിന് പകരം t എടുക്കണം, കാരണം നമ്മുടെ x ആക്സിൽ വേരിങ് എന്താണ്, t ആണ് അല്ലെ. t ആണ് വേരിങ് ആയിട്ട് വരുന്നത്, x ആക്സിൽ എടുത്തിരിക്കുന്നത് t ആണ്. സോ അവിടെ x-ന് പകരം എന്തെടുക്കണം, t എടുക്കണം. x-ന് പകരം t എടുക്കുക. അപ്പൊ 1 into t plus 0 കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു t. x of t എന്ന് പറഞ്ഞാൽ എന്താണ്, t ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്നുമില്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എടുത്തിരിക്കുന്ന ടൈം പീരീഡിലുള്ള ആ സിഗ്നലിന്റെ ഫംഗ്ഷൻ വാല്യൂ x of t എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ ഈ സിഗ്നൽ കണ്ടാൽ നമുക്ക് ഡയറക്ട്ലി മനസ്സിലാവും, ഒരു റാമ്പ് സിഗ്നൽ പോലെയാണ്. സോ നമുക്ക് t എന്ന് എഴുതാം. സോ x of t is equal to t എന്ന് എഴുതാം. ഓക്കെ, ഇനി അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റാത്ത സിഗ്നൽസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഈ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ എഴുതിയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പൊ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ എഴുതുക, x of t is equal to mx plus t. ഇവിടെ ഈ എക്സിനെ മാറ്റിയിട്ട് എന്ത് എഴുതണം, t എന്ന് എഴുതണം, കാരണം നമ്മൾ x ആക്സിസിലേക്ക് എടുക്കുന്നത് t ആണ്. t ആണ് വേരിയിങ് ക്വാണ്ടിറ്റി. സോ ഇത് t എന്ന് എടുക്കണം. ഓക്കെ, ദെൻ സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമ്മൾ തന്നിരിക്കുന്ന സിഗ്നലിൽ നമ്മൾ എടുത്തിരിക്കുന്ന ടൈം പീരീഡ് വെച്ചിട്ട് സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് y ഇന്റർസെപ്റ്റ് കാണാൻ എന്ത് ചെയ്യുക, t ഈക്വൽ ടു 0 എന്നുള്ള സമയത്ത് x of t എന്താണെന്ന് നോക്കുക, അതും 0 ആയിരിക്കും. അത് വെച്ച് y ഇന്റർസെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, c is equal to 0 കിട്ടി. ഓക്കെ, 0 കിട്ടി. ദെൻ അതൊക്കെ നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ലാസ്റ്റ് ഫൈനലി വി ഗോട്ട് x of t is equal to t. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇവിടെ എന്താ x of t പകരം t വന്നത്. വാല്യൂസ് ഓക്കെ, ഇതിൽ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ bnന്റെ ഇക്വേഷനിൽ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. bn is equal to 2/2 ഇന്റഗ്രൽ -1 to 1 t into sin n pi t into dt. ഓക്കെ, അപ്പൊ ഇത്ര വരെ ക്ലിയർ അല്ലേ? ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്, അതാണ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയത്. ഇത്ര വരെ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. നോക്കിയേ എന്താണ് വരിക, bn is equal to 2/2 1i minus integral -1 to 1 t into sin n pi t into dt. ഓക്കെ, അപ്പൊ ഇവിടെ 2 ടേംസ് ഉണ്ട്. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പം ഇന്റഗ്രൽ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എങ്ങനെയാണ്, ഫസ്റ്റ് ടേം ഇൻറ്റു ഒരു റൂൾ ഇല്ല അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ടേം ഇന്റഗ്രലിൽ വരികയാണെങ്കിൽ ഒരു റൂൾ ഉണ്ട്, ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ടേം മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്.
ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ആ റൂള് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ ഫസ്റ്റ് ടേം ഏതാണ്? ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടേം വരുന്നത് ടി ആണ്. ഓക്കെ, ടി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ടേം ഏതാണ്? സൈൻ എൻ പൈ ടി ആണ് അല്ലെ, സൈൻ എൻ പൈ ടി. സൈൻ എൻ പൈ ടിന്റെ ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ സൈൻ എക്സ് എന്താണ്? മൈനസ് കോസ് എക്സ് ആണ് അല്ലെ. അപ്പൊ മൈനസ് കോസ് എൻ പൈ ടി ബൈ എന്ത് വരും? സൈൻ എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ആയിരിക്കും അല്ലെ. അപ്പം ഇവിടെ സൈൻ എൻ പൈ ടിന്റെ ഇന്റഗ്രൽ എടുക്കുകയാണെങ്കിൽ മൈനസ് കോസ് എൻ പൈ ടി ബൈ എൻ പൈ ആയിരിക്കും. ബിക്കോസ് ടി വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ എൻ പൈ എന്നുള്ളത് കോൺസ്റ്റന്റ് ടേം ആയിരിക്കും, അത് ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് വരും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നില്ലേ? ഇന്റഗ്രേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നില്ലേ? ഡൗട്ട് ഉണ്ടോ എഴുതുന്നതില്? ഡൗട്ട് ഉണ്ടോ ഈ സ്റ്റെപ്പില്? ഇന്റഗ്രൽ ഓഫ് ഒരു 2 ടേംസ് അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് യു ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇവിടെ നോക്കാം, ഇന്റഗ്രൽ ഓഫ് യു ഇൻറ്റു വി ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താ വരിക? ഫസ്റ്റ് ടേം ഇൻറ്റു യു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. ഓക്കെ, ഇതാണ് ഇന്റഗ്രൽ യു ഇൻറ്റു വി. ഇതാണ് ആ ഇക്വേഷൻ. ഇന്റഗ്രൽ ഓഫ് യു ഇൻറ്റു വി is equal to first term into u into integral of the second integral of v minus integral of derivative of first term into integral of the second. ഇതാണ് ഇന്റഗ്രൽ യു വി റിലേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, യുക്ക് പകരം ടി ഉണ്ട്, വിക്ക് പകരം സൈൻ എൻ പൈ ടി ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇന്റഗ്രൽ ഓഫ് ടി ഇൻറ്റു സൈൻ എൻ പൈ ടി എന്ന് വെച്ചാൽ നമ്മളവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ടേം ഏതാണ്? ടി. അപ്പൊ ടി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഇന്റഗ്രൽ ഓഫ് സൈൻ എൻ പൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കോസ് എൻ പൈ ടി ബൈ എൻ പൈ ആണ്. ഓക്കെ, മൈനസ് കോസ് എക്സ് മാത്രം മതിയായിരുന്നു, ബട്ട് ഇവിടെ എന്താ, ആ ടിയുടെ കൂടെ എൻ പൈ കൂടി ഉണ്ട്. സോ കോൺസ്റ്റന്റിനെ ഡിവൈഡഡ് ബൈ എടുക്കണം. ഓക്കെ, ദാറ്റ് ഇൻറ്റു പിന്നെന്ത് വരും? അവിടെ നമ്മൾ ലിമിറ്റും കൂടി കൊടുക്കണേ. കോസിന്റെ അടുത്ത് -1 to 1 ലിമിറ്റ് കൂടി കൊടുക്കണം. ദാറ്റ് മൈനസ് എന്താണ്? ദാറ്റ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം എന്താണ്? ഡി ടി ബൈ ഡി ടി എന്താകും? ഫസ്റ്റ് ടേം ടി ആണ് അല്ലെ. ടി എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ടി എന്താണ്? ഡി ടി ബൈ ഡി ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേം എന്നിട്ട് ഡെറിവേറ്റീവ് എന്താണ്? അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ടി എന്താണ്? ഇന്റഗ്രൽ അവിടെ എഴുതാം, മൈനസ് എൻ പൈ ടി ബൈ എൻ പൈ. ഓക്കെ, ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കണം. എന്താണ്? -1 to 1. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരെ. ഇതിലൊന്നും കൂടി റീഅറേഞ്ച് ചെയ്തതാണെങ്കിൽ മൈനസ് ടി ഇൻറ്റു കോസ് എൻ പൈ ടി ബൈ എൻ പൈ വരും. ഓക്കെ, അത് ഫ്രം -1 to 1 ആൻഡ് ദിസ് ഇസ്, ഇവിടെയുള്ള ഈ നെഗറ്റീവും കൂടി ഇവിടെ പ്ലസ് ആവും. ഓക്കെ, പ്ലസ് ഇന്റഗ്രൽ ഓഫ് -1 to 1 കോസ് എൻ പൈ ടി ബൈ എൻ പൈ. ഓക്കെ, ഇതാണ് ഫൈനലായിട്ട് ഇവിടെ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഈ ഫസ്റ്റ് ടേമിന് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടേമിന് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് ചെയ്യുക. അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ് അല്ലെ. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മൈനസ് കോമൺ ആയി പുറത്ത് വെക്കുക. ടിക്ക് പകരമാണ് കൊടുക്കേണ്ടത്. അപ്പം ടിക്ക് പകരം 1 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു കോസ് എൻ പൈ
ഓക്കെ 1 into cos n pi കാരണം ടിക്കാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഡിവൈഡ് ബൈ n pi മൈനസ് ഇവിടെ എന്താ നെക്സ്റ്റ് കൊടുക്കേണ്ടത് -1 ആണ് അല്ലേ അപ്പം -1 into cos pi എന്ന് പറയുമ്പോൾ മൈനസ് കോസ് മൈനസ് n pi ഡിവൈഡ് ബൈ n pi എന്ന് വരും ഓക്കെ ഇനി കോസ് മൈനസ് എക്സ് എന്താണ് അല്ലെങ്കിൽ കോസ് മൈനസ് തീറ്റ എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ തന്നെയാണ് സോ ഇവിടെ ഈ മൈനസ് കൊടുക്കണം എന്നില്ല അവിടെ നമുക്ക് പ്ലസ് തന്നെ മതി ഓക്കെ ദാറ്റ് ഈസ് പ്ലസ് ഇനി നോക്കി ഇന്റഗ്രൽ ഓഫ് കോസ് n pi t എന്താണ് ഇന്റഗ്രൽ ഓഫ് സൈൻ n pi t എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് n pi t ബൈ n pi ആണ് ഓക്കെ വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് കോസ് n pi t ബൈ സോറി n pi t എടുത്താൽ മതി ഈ n pi എന്നുള്ളത് കോൺസ്റ്റന്റ് ആക്കി നമുക്ക് പുറത്ത് വെക്കാം അതിനെ കൺസിഡർ ചെയ്യണ്ട വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് കോസ് n pi t ദാറ്റ് ഈസ് സൈൻ n pi t ബൈ n pi ഓക്കെ അപ്പം ഇവിടെ നമ്മൾ ആ n pi നെ കോമൺ ആയി പുറത്ത് വെക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് കോസ് n pi t എന്ന് പറഞ്ഞാൽ സൈൻ n pi t by n pi വരും ഓക്കെ ആൻഡ് ലിമിറ്റ് -1 to 1 ഓക്കെ ഇത്ര സ്റ്റെപ്പ് വരെ ക്ലിയർ ആണോ ഒന്ന് നോക്കിയേ ജസ്റ്റ് ഇന്റഗ്രേഷൻ ആണ് നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ഒക്കെ ഓർമ്മയില്ലേ നിങ്ങൾ ഇപ്പോഴും മാത്സിലൊക്കെ ഇത് ചെയ്യുന്നുണ്ടാവും ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആണോ ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ വരെ എത്തി ഓക്കെ നെക്സ്റ്റ് ഇനി നോക്കിയേ ഇവിടെ നോക്കിയാൽ കോസ് n pi ബൈ n pi മൈനസ് മൈനസ് ഉണ്ട് അല്ലെ ഈ രണ്ട് നെഗറ്റീവും കൂടി നമുക്ക് ഇവിടെ പ്ലസ് ആക്കാം അപ്പൊ കോസ് n pi ബൈ n pi പ്ലസ് കോസ് n pi ബൈ n pi സോ അവിടെ എന്ത് വരും 2 കോസ് n pi ബൈ n pi വരും ഓക്കെ ആൻഡ് ഓൾറെഡി നമുക്ക് ഈ നെഗറ്റീവ് സൈൻ പുറത്തുണ്ട് ഓക്കെ ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ഈ സ്റ്റെപ്പ് മാറ്റിയിട്ട് നമുക്ക് bn ഇസ് ഈക്വൽ ടു -2 കോസ് n pi ബൈ n pi എന്ന് എഴുതാം ഓക്കെ പ്ലസ് എന്താ അവിടെ ഉള്ളത് നെക്സ്റ്റ് ടേമിൽ എന്താ ഉള്ളത് ഇവിടെ ഓൾറെഡി ഒരു 1 ബൈ n pi പുറത്തുണ്ട് ഓക്കെ ദാറ്റ് ഈസ് ഇൻറ്റു n pi പറഞ്ഞാൽ 1 ബൈ n pi പറഞ്ഞാൽ 1 ബൈ n സ്ക്വയർ പൈ സ്ക്വയർ വരും ഓക്കെ ഇനി സൈൻ n piക്ക് എന്ത് ചെയ്യുക ആ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ സെക്കൻഡ് ടേമിൽ ഹിയർ 1 ബൈ n സ്ക്വയർ പൈ സ്ക്വയർ അവിടെ ലെഫ്റ്റ് ആയിട്ടുണ്ടാകും എന്നിട്ട് എന്ത് ചെയ്യുക ആ സൈൻ n pi tക്ക് -1 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്യാം ഓക്കെ ദെൻ സൈൻ അപ്പർ ലിമിറ്റ് എന്താണ് 1 ആണ് സൈൻ n pi മൈനസ് സൈൻ n pi ഓക്കെ ഇതാണ് നെക്സ്റ്റ് ടേമിൽ ബാക്കിയുള്ളത് ഓക്കെ ഇനി നോക്കിയേ എന്താണ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ n pi ദാറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 0 സൈൻ n pi എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ് ദാറ്റ് ഈസ് ഫോർ ഓൾ n ഇവിടെയുള്ള n-ന്റെ വാല്യൂ എന്താണെങ്കിലും ഓക്കെ സൈൻ n pi എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും ഇതാണ് -2 cos n by okay and what is the value of cos n pi cos n pi is equal to -1 raised to n okay cos n pi is equal to -1 raised to n ഇങ്ങനെ കുറച്ച് ടേംസ് ഒക്കെ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം ഓക്കെ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സൈൻ n pi വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് cos n pi ഓർത്ത് വെക്കണം അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എളുപ്പത്തിൽ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഓക്കെ so the value of cos n pi is equal to -1 raised to n okay then substituting here bn is equal to -2 into -1 raised to n divided by n pi okay this is the final answer that is bn is equal to -2 into -1 raised to n divided by n pi okay idana bn ന്റെ value then what we have to do we have to substitute the value of bn in the expansion equation that is x of t നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചതാണ് ദാറ്റ് ഈസ് ദ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓക്കെ അതിൽ എന്താ ചെയ്യുക നമ്മുടെ bn ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓക്കെ സോ
substituting this value, we can write x of t is equal to a0 plus ആണല്ലേ equation. ഓക്കെ, അതൊന്നുകൂടി ഇവിടെ എഴുതാം. a0 plus summation of n is equal to 1 to infinity a n cos n omega 0 t plus b n sin n omega 0 t. Okay, this is the expansion equation. Here we know that the value of a0 is 0 and an is also 0. So അത് നമുക്ക് കൺസിഡർ ചെയ്യണ്ട. Okay, finally we have n is equal to 1 to infinity bn sin n omega 0 t. Okay, here we already find the value of bn. ഇവിടെ നമ്മൾ find out ചെയ്തു. Okay, so substitute that value. That is summation of n is equal to 1 to infinity minus 2 into minus 1 raised to n divided by n pi into sine n omega 0 t. Okay, this is the final expansion equation. Okay, so this is the answer. But after writing this the final equation, we have to put different values for n. Okay, that is n is equal to 1, 2, 3, etc. You just put the different values for n and expand this summation equation. ഓക്കെ, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇത്ര വരെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ദെൻ എന്ത് ചെയ്യണം? ഇവിടെ എന്നിന് ഡിഫറെന്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു 3-4 ടേംസ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ സമ്മേഷൻ ഇക്വേഷനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഓക്കെ, സോ നമുക്കത് എങ്ങനെ എഴുതാം? x of t is equal to, first we are putting n is equal to 1. Then what will be the value? Minus 2 into minus 1 raised to n. That is minus 1. So minus 2 into minus 1 is equal to 2. So 2 by n pi into sine n omega, sine omega 0 t. n ന്റെ വാല്യൂ എന്താണ്? 1 ആണ്. So omega 0 t. And what is the value of omega? അത് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചതാണ് അല്ലേ? വാല്യൂ ഓഫ് omega is equal to pi ആണ്. സോ ഇവിടെ pi ന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. So first term എന്ത് വരും? 2 by n pi into sine pi t. Okay, plus then put n is equal to 2. Then minus 2 into minus 1 raised to 2. Minus 1 square means what? 1. So minus 2 into minus 1, that is equal to minus 2. And here this n is not here, that we have to put value 1. Okay, n is equal to 1 നമ്മൾ already കൺസിഡർ ചെയ്യുന്നതാണ്. സോ ഇവിടെ എന്ത് ചെയ്യണം? 2 by pi മാത്രമേ ലെഫ്റ്റ് ഉണ്ടാവുള്ളൂ. 2 by pi sin pi t plus minus 2 divided by 2 pi because n is equal to 2. 2 pi into sin 2 pi t plus, and if you put a value 3 to n, that is n is equal to 3. Minus 2 minus 1, that is minus 1 raised to 3 minus 1. Minus 1 into minus 2, 2 again 2 by 3 pi sine 3 pi t. Okay, plus again put a value 4 to n, that is n is equal to 4. So again minus 2 by 4 pi sine 4 pi t plus etc. ഓക്കെ, അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതുപോലെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എന്നിന് ഡിഫറെന്റ് വാല്യൂസ് കൊടുത്തിട്ട് ഇക്വേഷൻ എവിടെയൊക്കെയാണോ n ഉള്ളത് അവിടെയൊക്കെ എന്നിന്റെ വാല്യൂസ് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് n is equal to 1, then n is equal to 2, n is equal to 3, n is equal to 4. ഒരു 3-4 ടേംസിന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ വാല്യൂ കാണാം. ഓക്കെ, ഇത്ര വരെ ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഈ ഫൈനൽ എക്സ്പാൻഷൻ ഇക്വേഷൻ ചെക്ക് ചെയ്തിട്ട് ഇതിൽ ഫോറിയർ സീരീസ് കോഎഫിഷ്യൻസിന്റെ വാല്യൂസ് പറഞ്ഞേ. ഇപ്പൊ ഞാനൊരു 4 ടേംസ് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആ 4 ടേംസിലുള്ള ഫോറിയർ സീരീസ് കോഎഫിഷ്യന്റിന്റെ വാല്യൂ പറഞ്ഞ എന്തായിരുന്നു? ഫോറിയർ സീരീസ് കോഎഫിഷ്യന്റ്
നോക്കിയേ 2/π into sin pi t. അവിടെ ഈ ഇതെന്തായിരുന്നു? ദിസ് ഇസ് ഈക്വൽ ടു bn ആണ് അല്ലേ? അപ്പൊ bn-നെ എക്സ്പാൻഡ് ചെയ്തതാണ് ഇവിടെ 2/π കിട്ടിയത്. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ഫസ്റ്റ് വൺ ഇസ് b1 ആൻഡ് ദിസ് ഇസ് b2 ആൻഡ് ദിസ് ഇസ് b3 ആൻഡ് ദിസ് ഇസ് b4. അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, എന്തായിരുന്നു ഫോറിയർ സീരീസ് കോഎഫിഷ്യൻസ്? b1 b2 b3 b4 എക്സെട്ര, അല്ലെങ്കിൽ a1 a2 a3 a4 എക്സെട്ര അല്ലെ? അപ്പൊ ഇതിൽ ഈ ഒരു എക്സ്പാൻഷൻ ഇക്വേഷൻ നോക്കിയാൽ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഈ ഫൈനൽ ഇക്വേഷൻ നോക്കിയാൽ ഇതിൽ നിന്ന് നമുക്ക് ഫോറിയർ സീരീസ് കോഎഫിഷ്യൻസ് എടുക്കാൻ പറ്റും. അപ്പൊ അത് ഏതൊക്കെയാണ്? b1 ഇസ് ഈക്വൽ ടു എത്രയാണ് പറഞ്ഞേ? b1 ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് നിങ്ങൾ വോയിസിൽ പറഞ്ഞാൽ മതി. b1 ഇസ് ഈക്വൽ ടു okay 2/π. Then b2 is equal to minus 2/2π. b3 is equal to 2/3π and b4 is equal to minus 2/4π. Okay, ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. Okay, these are the Fourier series coefficients. Okay, then using this Fourier series coefficient we can draw the frequency spectrum. ഓക്കെ, ഈ ഫോറിയർ സീരീസ് കോഎഫിഷ്യൻസ് വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീക്വൻസി സ്പെക്ട്രം ഡ്രോ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇപ്പം ക്വസ്റ്റ്യന് ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കാൻ പറയില്ല, ബട്ട് മാർക്ക് നോക്കി നിങ്ങൾ അതും വരച്ച് വെക്കുക. ഓക്കെ, ഇവിടെ ഇപ്പം നിങ്ങൾക്ക് bn മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യണ്ടൂ. സോ എന്തായാലും മസ്റ്റ് ആയിട്ട് അതിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം കൂടി യു ഹാവ് ടു ഡ്രോ. ഓക്കെ, അതർവൈസ് ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യും? സ്പെസിഫൈ ചെയ്ത് പറയും. First of all, find the Fourier series expansion and also draw the frequency spectrum എന്ന് ക്വസ്റ്റിന് സ്പെസിഫൈ ചെയ്ത് പറയും. ഓക്കെ, പറഞ്ഞിട്ടില്ല എന്നാണെങ്കിലും മാർക്ക് നോക്കി നിങ്ങൾ എന്തായാലും അത് വരച്ച് വെക്കുക. ഓക്കെ, ഒന്നുമില്ല, നമുക്ക് എക്സ് ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫൈനലി അതിന് ഡിഫറെന്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുക? ഫോറിയർ സീരീസ് കോഎഫിഷ്യൻസ് അതിൽ നിന്ന് എടുത്ത് മാറ്റി എഴുതുക. ഇതുപോലെ മാറ്റി എഴുതി വെക്കുക. ഇതാണ് എന്ത്? ഫോറിയർ സീരീസ് ഓക്കെ, മാറ്റിയേക്കാം. Frequency spectrum is a plot of Fourier series coefficient versus frequency. Okay, അതെന്താണ് frequency spectrum? Frequency spectrum എന്ന് പറഞ്ഞാൽ it's a plot of Fourier series coefficients versus frequency. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ നോർമലി എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി എടുക്കും. എന്ത് ഫ്രീക്വൻസി? ആംഗുലാർ ഫ്രീക്വൻസി. ഓക്കെ, ഇതുപോലെ എക്സ് ആക്സിസിൽ ആംഗുലാർ ഫ്രീക്വൻസി എടുക്കും. ഓക്കെ, ആൻഡ് വൈ ആക്സിസിൽ നമ്മുടെ ഫോറിയർ സീരീസ് കോഎഫിഷ്യൻസ് എടുക്കും. ഓക്കെ, ഇവിടെ bn ആണ് ഫോറിയർ സീരീസ് കോഎഫിഷ്യന്റ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഫണ്ടമെന്റൽ വാല്യൂ എന്തായിരുന്നു? പൈ, then next 2π, then 3, then 4π, 5π, ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും അല്ലേ? അത് നോക്കിയാൽ മതി. ഇവിടെ നോക്കിയേ, സൈൻ ഒമേഗക്ക് ഫസ്റ്റ് പൈ ടി ആണ് അല്ലേ? അപ്പം പൈ, then 2πt, so 2π, and 3πt, 3π, 4πt, 4π, അങ്ങനെ വരും ഒമേഗയുടെ ഡിഫറെന്റ് വാല്യൂസ്. അപ്പൊ ഇത് പൈ, 2π, 4π റേഞ്ചിലാണ് വേരി ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് ആക്സിസിൽ പൈ, 2π, 3π, 4π എക്സെട്ര അങ്ങനെ കൊടുക്കുക. ഓക്കെ, ആൻഡ് ഓരോ ഫ്രീക്വൻസിയിലുള്ള അതിന്റെ ഫോറിയർ സീരീസ് കോഎഫിഷ്യന്റ് നോക്കുക. അപ്പൊ ഫസ്റ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു പൈ റേഡിയൻ പെർ സെക്കൻഡ് ആണെങ്കിൽ അതിന്റെ ഫോറിയർ സീരീസ് കോഎഫിഷ്യന്റ് എത്രയാണ്? 2/π ആണ് അല്ലേ? സോ ഈ സ്പെക്ട്രത്തിൽ അത് വരച്ചു കൊടുക്കുക. അറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു പൈ, bn ഇസ് ഈക്വൽ ടു 2/π, ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി 2π ആണെങ്കിലോ? 2π ആണെങ്കിൽ മൈനസ് 2/2π, അല്ലെങ്കിൽ അതിന് -1/π എന്ന് എഴുതാം. ഓക്കെ, അപ്പം 2π ആണെങ്കിൽ മൈനസ് ആണ്, സോ താഴേക്ക് വരും, -1/π. ആൻഡ് 3π ആണെങ്കിൽ എന്താണ്? 2/3π ആണ്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കുറച്ചുകൂടി കുറഞ്ഞു, 2/3π ആണ്.
ആൻഡ് 4π ആണെങ്കിൽ എന്താണ് -1/2π ആണ്. ഓക്കെ, ഇതുപോലെയാണ് ഫ്രീക്വൻസി സ്പെക്ട്രം ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, frequency spectrum is a plot of Fourier series coefficients versus frequency ആണ്. We are taking frequency on the x-axis and the Fourier series coefficients on the y-axis. Okay, then after pointing each frequency, angular frequency, we have to draw the signal corresponding to each frequency. Okay, pi ആണെങ്കിൽ അതിൻ്റെ 2/π ആണ് bn ന്റെ വാല്യൂ, ആൻഡ് 2π ആണെങ്കിൽ അത് -1/π ആണ്, 3π ആണെങ്കിൽ അത് 2/3π ആണ്, 4π ആണെങ്കിൽ അത് -1/2π ആണ്. ഓക്കെ, അത് നോക്കി ഇതുപോലെ സ്പെക്ട്രം കൂടി ഡ്രോ ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് സ്പെക്ട്രം വരക്കാൻ ചോദിച്ചിട്ടില്ല അല്ലേ, ജസ്റ്റ് ഡിറ്റർമൈൻ ദ ഫോറിയർ സീരീസ് റെപ്രസെന്റേഷൻ ഓഫ് ദ സിഗ്നലിനെ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് യു ഷുഡ് ഡ്രോ ദ ഫ്രീക്വൻസി സ്പെക്ട്രം ഓൾസോ, ബിക്കോസ് അതിനൊരു സ്പെസിഫിക് മാർക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെ bn മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൂ. സോ bn കണ്ടുപിടിച്ച് കഴിഞ്ഞ് അതിന്റെ സീരീസ് എക്സ്പാൻഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ എക്സ്പാൻഡ് ചെയ്ത് അതിൽ ഫോറിയർ സീരീസ് കോഎഫിഷ്യൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ദെൻ നമുക്ക് അതിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം വരക്കാം. ഓക്കെ, അധിക ക്വസ്റ്റ്യനിലും സ്പെസിഫൈ ചെയ്ത് പറയും ആൻഡ് ഓൾസോ ഡ്രോ ദ ഫ്രീക്വൻസി സ്പെക്ട്രം എന്ന്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അപ്പൊ ഇന്ന് തന്നെ എന്ത് ചെയ്യാ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കാം. ഓക്കെ, ചെയ്ത് പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഇന്ന് ചെയ്യാൻ തരും. അത് ഇന്ന് കഴിഞ്ഞ് മറ്റന്നാൾ ആകുമ്പോഴേക്കും എനിക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഈ വീക്കിലെ ട്യൂട്ടോറിയൽ പ്രോബ്ലം ഇതാണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എഴുതി എടുത്തോളൂ. പിന്നെ എന്ത് ചെയ്യാ, ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ നീറ്റ് ആയിട്ട് പഠിക്കാം. ഇതെന്തായാലും മസ്റ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ സിഗ്നൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതേ സിഗ്നൽ ചോദിക്കും, ഇനി അല്ലെങ്കിൽ ഇതേ സിഗ്നൽ ചോദിച്ചിട്ട് ഇവിടെ മാഗ്നിറ്റ്യൂഡ് 1 പകരം അവിടെ ക്യാപിറ്റൽ A തരാം. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ x മാറും. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ഈ ടൈം ലിമിറ്റ് മാറാം, -1 to 1 പകരം t/2 to t, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാല്യൂസ് ഒക്കെ വരാം. അപ്പൊ അത് നമ്മൾ നോക്കി ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇന്ന് തന്നെ ഇതെന്തായാലും നീറ്റ് ആയിട്ട് പഠിക്കാം. എന്നിട്ട് ഞാൻ ഇന്ന് തരുന്ന ഹോംവർക്ക് ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. എന്നിട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. obtain the Fourier series representation of the waveform and also plot the magnitude spectrum. Obtain the Fourier series representation of the waveform and also plot the magnitude. ഇതുപോലെ സ്ട്രേറ്റ് ലൈൻസ് ആണ്, ലീനിയർ ലൈൻസ് ആണ്. ഇവിടെ 50 value is magnitude value is A, and here T is 5, 2π, 3π, 0, -5, -2π, -3π. Okay, this is the signal. So you have to find the Fourier series representation of the waveform and also plot the magnitude spectrum. Okay,
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. എന്നിട്ട് ഡേ ആഫ്റ്റർ ടുമാറോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യുക. ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഇവിടെ എക്സ് ഓഫ് ടി എന്താ വരിക? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇവിടെ എന്തായിരിക്കും? അല്ലെങ്കിൽ നോക്ക്, ഈ ഒരു സിഗ്നൽ എന്തെങ്കിലും ഒരു സിമെട്രി ഉണ്ടോ? ഓഡ് സിമെട്രി ഓർ ഇവൺ സിമെട്രി എന്തെങ്കിലും അത് ഫോളോ ചെയ്യുന്നുണ്ടോ? ഈ ഒരു സിഗ്നലിന് ഏതെങ്കിലും ഒരു സിമെട്രി ഉണ്ടോ? ഓഡ് ഇവൺ സിമെട്രി ആണെങ്കിൽ ഇത് സിഗ്നൽ ഷുഡ് ബി വെർട്ടിക്കലി സിമെട്രിക്കൽ ആയിരിക്കണം. ഓക്കെ, ഇനി ഓഡ് സിമെട്രി ആണെങ്കിൽ ഇത് സിഗ്നൽ ഷുഡ് ബി വെർട്ടിക്കലി ആൻറ്റി സിമെട്രിക്കൽ ആയിരിക്കണം. ഇത് ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും സിമെട്രി ആണോ? ഓക്കെ, ഗുഡ്. ഇത് ഒരു സിമെട്രി അല്ല അല്ലേ? ദിസ് ഡസ് നോട്ട് ഹാവ് എനി സിമെട്രി. ഇതിനൊരു പെർട്ടിക്കുലർ സിമെട്രി ഇല്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് A0, AN ആൻഡ് BN. ഈ 3 ഫോറിയർ സീരീസ് കോഎഫിഷ്യൻസും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ എക്സ് ഓഫ് ടി നോക്കിയേ. എക്സ് ഓഫ് ടി എന്താ വരുന്നത്? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? MX + C. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റുന്നില്ല അല്ലേ? നമ്മൾക്ക് അതുപോലെ ഇവിടെ ഏതാ ഒരു ടൈം പീരീഡ് എടുക്കുക. ഏത് സിഗ്നൽ ആണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ 0 to π കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ 0 to π വരെയുള്ള സിഗ്നൽ അല്ലേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ടി നമുക്ക് എത്ര എടുക്കാം? പൈ എടുക്കാം അല്ലേ? ക്യാപിറ്റൽ ടി പൈ എടുക്കാം. ω0 ഇസ് ഈക്വൽ ടു 2π/t ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/π ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 radian/second കിട്ടും. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാനൊരു ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ക്ലൂ പോലെ തരുന്നതാ. ഓക്കെ, അപ്പൊ എക്സ് ഓഫ് ടി കാണാൻ MX + C ആണ്. എം എന്താണ്? സ്ലോപ്പ് ആണ് അല്ലെ? സ്ലോപ്പ് മീൻസ് ഈ Δy/Δx അങ്ങനെ എടുത്താലും മതി. Δy എന്താണ്? A ആണ് അല്ലെ? Δx എന്താണ്? പൈ ആണ്. അല്ലെങ്കിൽ ഈ ഒരു സിഗ്നൽ അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 0 to π ആണെങ്കിൽ Δy A ആണ്, Δx പൈ ആണ്. സോ എം എന്ത് വരും? A/π വരും. ഓക്കെ, A/π ഇൻറ്റു എക്സ് പ്ലസ് സി, എക്സ് ഓഫ് ടി. ഇവിടെ നമ്മൾ എക്സിന് പകരം ടി കൊടുക്കണം. ഓക്കെ, ഇനി y ഇന്റർസെപ്റ്റ് കാണാനാണെങ്കിൽ പുട്ട് ടി കൊണ്ട് 0 ആണെങ്കിൽ എക്സ് ഓഫ് ടി എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഈ ഇക്വേഷനിൽ കൊടുത്ത 0 ഇസ് ഈക്വൽ ടു 0 + C വരും. Therefore C is equal to what? 0. അപ്പോൾ അവിടെ C യും ഇല്ല. സോ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്താണ്? MX + C ആണ്. അതിൽ എമ്മിന് പകരം എന്ത് കൊടുക്കുക? A/π കൊടുക്കുക. എക്സിന് പകരം ടി കൊടുക്കുക. സിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. സോ എക്സ് ഓഫ് ടി എന്ത് കിട്ടും? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു A/π ഇൻറ്റു ടി. ദിസ് ഈസ് എക്സ് ഓഫ് ടി. ഓക്കെ, അപ്പം എക്സ് ഓഫ് ടി A/π ഇൻറ്റു ടി. ടി എന്താണ്? പൈ സെക്കൻഡ്സ് ആണ്. ω0 എന്താണ്? 2 radian/second ആണ്. ഓക്കെ, ഈ വാല്യൂസ് ഒക്കെ വെച്ചിട്ട് A0, AN, BN ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഫൈനലി ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ സ്പെക്ട്രം ഡ്രോ ചെയ്യുക. ഓക്കെ, ഇത് ക്ലിയർ